കേരള സ്റ്റോറിയുടെ ട്രെയിലർ വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ബീഫാണ് താരം. പക്ഷെ എന്തൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാലും ഈ ബീഫ് കിലോയ്ക്ക് ₹1 പോലും കുറയുന്നില്ല. വില കൂടുന്നതല്ലാതെ വില കുറയുന്നേയില്ല. ഇത്രയും പ്രശ്നമുള്ളൊരു ആഹാരമാണെങ്കിൽ എന്തിനാണ് ഇതിന് ഇത്രയും വില കൊടുത്ത ആളുകൾ വാങ്ങുന്നത്? ഇതിനൊരു ഇത്തിരിയെങ്കിലും വില കുറച്ചുകൂടെ? അല്ലെങ്കിൽ ഒരു ചീപ്പായിട്ട് ഈ ബീഫ് വിറ്റുകൂടെ? നമ്മുടെ കേരള സ്റ്റോറിയുടെ ട്രെയിലർ വന്നതോടുകൂടി നാട്ടിലെങ്ങും ബീഫാണ് താരം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ആഹാരമാണെങ്കിലും തൊട്ടാ പൊള്ളുന്നൊരു ടോപ്പിക്ക് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ബീഫ്. എന്തായാലും ഇതിൻ്റെ ഡയറക്ടർ ഒരു വർഗീയത തുപ്പുന്ന വിഷം തന്നെയാണ്. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം ആ ഒരു ട്രെയിലറിൽ ഇങ്ങനെ ഒരു പോഷൻ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ ആളി കത്തുന്നൊരു തീയാണെന്ന്. എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലായിടത്തും ബീഫ് തന്നെയാണ് താരം. ജനങ്ങൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന ചില ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, വേടനെ പോലുള്ള ചില പാട്ടുകാർ, എഴുത്തുകാർ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ വേടൻ തന്നെ എടുത്തു നോക്കൂ. വേടൻ സദാസമയവും ജാതി പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പുള്ളിക്കാരൻ ജാതി പറയാത്തൊരു വേദി പോലുമില്ല. എവിടെ ചെന്നാലും ജാതി കാർഡ് ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നിലപാടെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യത്തോട്ടം ജാതി കാർഡ് ഉയർത്തിയപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിന് സപ്പോർട്ടായി മുന്നോട്ട് വന്നു. പിന്നെ അദ്ദേഹം ഇത് തന്നെ തുടർന്നു കൊണ്ടിരുന്നു. എവിടെ പോയാലും ജാതി പറയും. എന്തായാലും നമ്മുടെ കേരള സ്റ്റോറിയുടെ ഡയറക്ടർ വിചാരിച്ചപ്പോൾ അയാളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ബീഫ് ഒരു സംസാര വിഷയമാക്കാൻ പറ്റി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചില പുതിയ ചെന്നായ്ക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കളെല്ലാവരും ബീഫ് കഴിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന രീതിയിൽ സ്റ്റാറ്റസ് ഇടുന്നു, റീൽസ് ഇടുന്നു. അതുവഴി ജനങ്ങളെല്ലാം ഒന്നാണെന്നൊരു അവയർനെസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ മുസ്ലിംസ് ആരും പന്നിയിറച്ചി കഴിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് പറയാത്തത് എന്തുകൊണ്ട്? ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓരോ നാട്ടിലും ഓരോ ഫുഡ് കൾച്ചറുണ്ട്. നമ്മൾ ഇന്ത്യയിലെ ആഹാര രീതിയല്ല മറ്റു രാജ്യങ്ങളിൽ. പുറത്ത് പല രാജ്യങ്ങളിലും പട്ടിയെ ഭക്ഷണമായി കഴിക്കുന്നു, പാമ്പിനെ കഴിക്കുന്നു, പ്രാണികളെ കഴിക്കുന്നു. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരുടെ അടുത്ത് പട്ടിയെ കഴിക്കുക അല്ലെങ്കിൽ പാമ്പിനെ കഴിക്കുന്ന വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇതേ ഒരു മനോഭാവമാണ് ഈ മുസ്ലിംസിന് പന്നിയിറച്ചി. അവർക്ക് ആഹാരം കഴിക്കാൻ താല്പര്യമില്ല, ഇഷ്ടമില്ല, അവർക്കത് ഹറാമാണ്. അതുകൊണ്ട് തന്നെ വേറൊരാൾ വന്നിട്ട് നിങ്ങൾ ഈ പന്നിയിറച്ചി കഴിക്കുമെന്ന് പറഞ്ഞാൽ അവർക്കത് സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം ഒന്നാണെന്നുള്ള രീതിയിൽ അവർക്കൊരു നിലപാടെടുക്കേണ്ട ആവശ്യം തന്നെയില്ല. അതുതന്നെയാണ് ബീഫിൻ്റെ കാര്യത്തിലും. ആരും വന്ന് നിങ്ങൾ ബീഫ് കഴിക്കുന്ന പോലെ നിർബന്ധിക്കുന്നില്ല. നമ്മളെല്ലാവരും അതിൻ്റെ ടേസ്റ്റ് കൊണ്ടും അത് ഇഷ്ടപ്പെട്ടുമാണ് കഴിക്കുന്നത്. നമ്മുടെ മുമ്പിലത്തെ ജനറേഷൻസിൽ ആരും തന്നെ ബീഫ് കഴിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളാരും ചിലപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. ഇപ്പോൾ ഈ പട്ടി ഇറച്ചി പോലെയോ അല്ലെങ്കിൽ പാമ്പിൻ്റെ ഇറച്ചി പോലെയോ നമ്മളാരും അത് കഴിക്കാൻ താല്പര്യപ്പെടില്ലായിരുന്നു. പക്ഷേ ബീഫ് പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിൽ പലരും കഴിക്കുന്നത് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ആദ്യം പറയുന്നത് ഞാൻ ഇങ്ങനൊരു താഴ്ന്ന ജാതി ആയതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു പ്രശ്നം വന്നതെന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേടൻ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് എൻ്റെ ജാതി ഇതായതുകൊണ്ടാണ്, എൻ്റെ നിറം ഇതായതുകൊണ്ടാണെന്നാണ്. പുള്ളിയുടെ പേരിൽ ഒരു പെണ്ണ് കേസ് വന്നപ്പോഴും ഒരു ബലാത്സംഗ കേസ് വന്നപ്പോഴും പുള്ളി ഇതേ നിലപാടാണ് എടുത്തത്. ഞാനൊരു താഴ്ന്ന ജാതിക്കാരൻ അല്ലെങ്കിൽ എൻ്റെ നിറം കറുപ്പായത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം വന്നതെന്ന്, അല്ലാതെ പുള്ളിയുടെ കയ്യിരിപ്പ് കൊണ്ടല്ല. എന്തായാലും ഇതുപോലെ തന്നെ ജാതിയെ മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇലക്ഷൻ ജയിക്കാൻ പോലും പലരും ഉപയോഗിക്കുന്നൊരു തന്ത്രമാണ് ഈ ജാതി കാർഡ്. കാരണം വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് മുന്നേറാൻ പറ്റും. ഇപ്പോൾ ഈ കേരള സ്റ്റോറി പോലും ഇങ്ങനെയൊരു പോർഷനെ ടീസറിൽ ഉൾക്കൊണ്ടത് തന്നെ ജാതി കാർഡ് ഇറക്കി കഴിഞ്ഞാൽ ഇതൊരു വർഗീയത സൃഷ്ടിക്കുമെന്നും ഇതുവഴി അവർക്ക് നല്ല രീതിയിൽ പബ്ലിസിറ്റി കിട്ടുമെന്നും അവർക്ക് നന്നായിട്ടറിയാം. നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ മതത്തിൻ്റെ പേരിലും വർഗീയതയും പറഞ്ഞ് തമ്മിൽ തല്ലിച്ചുകൊണ്ടാണ് ഇലക്ഷൻ പോലും ജയിക്കുന്നത്. എന്തായാലും ഈ കേരള സ്റ്റോറിയുടെ ഡയറക്ടറും അതേ തന്ത്രം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. 5 പൈസ ചിലവില്ലാതെ ഒരൊറ്റ സീൻ കൊണ്ട് പുള്ളിക്കാരൻ്റെ സിനിമയെ സോഷ്യൽ മീഡിയയിൽ ആകെ കത്തിച്ചുകൊണ്ടങ്ങ് വൈറലാക്കി. എന്തായാലും ആ തീ അവിടം കൊണ്ട് അടഞ്ഞിട്ടില്ല. അത് പുതിയൊരു തീയായി മാറുന്നുണ്ട്. കുറേ ആൾക്കാർ ഇതിനെ മറ്റൊരു രീതിയിൽ വർഗീയത ഉണ്ടാക്കി അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമുക്കൊരാഹാരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെന്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്ത് വർഗീയതയുടെ പേരിലാണെങ്കിലും നമ്മളത് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ട ആഹാരം നല്ല രീതിയിൽ തന്നെ കഴിക്കേണ്ടതാണ്. എന്തായാലും ഇനിയും ഇതുപോലത്തെ ഒരുപാട് ഡയറക്ടേഴ്സ് കേരള സ്റ്റോറിയും മറ്റു പല രീതിയിലുള്ള സ്റ്റോറീസുമായിട്ട് മുന്നോട്ട് വരും. ഇതുപോലെ വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി നമ്മളാരും ഈ വർഗീയതയുടെ വലയിൽ ചെന്ന് വീഴാതിരിക്കുക. ഇഷ്ടപ്പെട്ട ആഹാരം നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക. എന്തായാലും ബീഫ് നല്ല ടേസ്റ്റുള്ള ഒരു ആഹാരം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അതിന് ഇത്രയും വില കൊടുത്ത ആളുകൾ വാങ്ങിച്ച് നല്ല രീതിയിൽ കഴിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. ഇതുപോലത്തെ വർഗീയവാദികളെ മാറ്റി നിർത്താൻ ശ്രമിക്കുക.